180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 16 ആയിരുന്നു ഇന്ന്. സക്സസ്ഫുള്ളി 16 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്നെ ഓർത്ത് വളരെയധികം പ്രൗഡാണ്. കാരണം ഒരുപാട് റെസിസ്റ്റൻസ് വരുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഗിവ് അപ്പ് ചെയ്യാതെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൻ്റെ എല്ലാ ഏരിയയിലും ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത് വലിയ വിസിബിൾ ഒന്നും അല്ല, എന്നാലും എനിക്കൊരു ഇൻറ്റേർണലി ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാനിപ്പം ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് ഞാനിപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. ഞാൻ എന്തു വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം, നമുക്ക് ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോവാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട് എനിക്ക്. അതുപോലെ എനിക്ക് കുറേ കൂടെ സെൽഫ് ലവും സെൽഫ് അക്സെപ്റ്റൻസ് ഒക്കെ കൂടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ടാസ്കുകളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഇന്ന് ഞാൻ വൈകുന്നേരം ഉണ്ടല്ലോ കണ്ണാടി നോക്കി എൻ്റെ അടുത്ത് തന്നെ കുറേ നേരം സംസാരിച്ചു. ഇന്ന് എനിക്ക് കുറേ സെൽഫ് ഡൗട്ട് വന്നു. വൈകുന്നേരം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുക, എനിക്ക് എൻ്റെ ഡ്രീമിൽ എത്താൻ പറ്റുമോ, ഇതൊക്കെ നടക്കുമോ, എനിക്ക് വല്ലാത്ത സെൽഫ് ഡൗട്ട് വന്നു, സങ്കടം വന്നു. ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ സെൽഫിൻ്റെ അടുത്ത് ഒരു നല്ല പാരൻറ്റിനെ പോലെ ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ എൻ്റെ സെൽഫ് ടോക്ക് ഒബ്സർവ് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഇതിനു മുന്നേ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഫേസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കൊണ്ട് അതൊന്നും ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് പോലും ഞാൻ അതൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ലൈഫിൽ ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയ മൂമെൻറ്റ്സിലൊക്കെ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയ മൂമെൻറ്റ്സ് ഒക്കെ എടുത്ത് എന്നോട് തന്നെ പറഞ്ഞു, നോക്ക് നീ ഇതൊക്കെ ഓവർകം ചെയ്തു, സോ നിനക്ക് ഇതും കടന്നു പോകാൻ വേണ്ടി പറ്റും. ഞാൻ എൻ്റെ ഇമോഷനെ ഒന്നും ഇഗ്നോർ ചെയ്തില്ല, നെഗറ്റീവ് തോട്ട്സിനൊന്നും പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചില്ല. ഞാൻ അതൊക്കെ ഫീൽ ചെയ്തു, എൻ്റെ കൂടെ ഇരുന്നു, നല്ല അഫർമേഷൻസ് എന്നോട് പറഞ്ഞു, ഇമോഷനെ റെഗുലേറ്റ് ചെയ്തു, ബ്രീത്ത് വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ കൂടെ തന്നെ ഇരുന്നു. എനിക്ക് വല്ലാത്തൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനുമായിട്ടൊരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ലോൺലിനെസ് ഒക്കെ അങ്ങ് മാറുന്നുണ്ട്. എനിക്ക് ഞാൻ തന്നെ ഒരു നല്ല കമ്പനി ആവുന്നുണ്ട്. സോ എനിക്ക് ഇന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാർ നമ്മളെ വേണ്ട രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും മുന്നോട്ടേക്ക് മാത്രം നോക്കുന്നത്. ഇനി എനിക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. ശരിയാണ്, നമുക്ക് ഒരുപാട് സ്കിൽസ് പഠിക്കാനുണ്ടാവും, ഒരുപാട് കാര്യം ചെയ്യാനുണ്ടാവും. പക്ഷെ നമ്മൾ കടന്നു വന്നൊരു വഴിയുണ്ട്. ഇത്ര കാലം നമ്മൾ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഫേസുകൾ കടന്നു പോയിട്ടുണ്ടാവും. ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ടില്ലേ, പേടിയായിട്ടും പല കാര്യം ചെയ്തിട്ടില്ലേ, അതിന് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ ഓൾറെഡി നമ്മളൊരു അച്ചീവറാണ്, ഒരു വിന്നറാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഒരു മൂമെന്റ് എടുത്ത് ഒന്ന് ബ്രീത്ത് ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ എന്നെ ഇന്ന് അപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സെൽഫ് ടോക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇതിനു മുന്നേ വളരെ ഹാർഷായിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. നീ ചെയ്യുന്നത് ശരിയല്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് തെറ്റുകൾ പറ്റിയ സ്നേഹത്തോടെ ഞാൻ എന്നെ തിരുത്താറുമുണ്ട്. എൻ്റെ സെൽഫ് ടോക്ക് ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എൻ്റെ സെൽഫ് ടോക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ വളരെ ഹാർഷായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. ഞാൻ വളരെയധികം എൻ്റെ അടുത്ത് ഒരു അബ്യൂസീവ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞാൻ വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ എന്നെ തിരുത്തി കൊടുക്കാറുമുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ടും പാരൻ്റൊക്കെ ആയിട്ടും മാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഹീലിംഗ് ജേർണിയിലാണ് ഇപ്പോൾ. ഒരുപാട് എനിക്ക് മാറ്റം വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. എനിക്ക് തന്നെ അത് ഫീൽ ആവുന്നുണ്ട്. എന്നെ കാണുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ആർക്കും അറിയാത്ത കുറേ ഇന്നർ ബാറ്റിൽസ് നിങ്ങളുടെ ഉള്ളിൽ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ അതൊക്കെ ഓവർകം ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്. നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്ന് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ ഒരു സ്നേഹവും എൻകറേജ്മെൻ്റ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മൾ തന്നെ നമ്മുടെ ചിയർ ലീഡർ ആവണം. വേറെ ആരും വരില്ല നമുക്ക് അതിന് വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി നിൽക്കുക, അപ്പോൾ ചുറ്റും ആൾക്കാർ വരും. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് കൈൻഡ് ആയിട്ടിരിക്കുക, ജെൻറ്റിലായിട്ടിരിക്കുക. എല്ലാ കാര്യവും സെറ്റാവും, ഒന്നും വിഷമിക്കണ്ട. നമുക്ക് റെഡിയാക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ എല്ലാ കാര്യവും. ഒരിക്കലും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കരുത്. നമുക്ക് ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ഗിവ് അപ്പ് ചെയ്യാതെ പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് വെക്കുക. എത്ര വിഷമം വന്നാലും വിഷമിച്ചോ, അത് ഫീൽ ചെയ്തോ. എല്ലാ ഇമോഷനും വാലിഡ് ആണ്. നമ്മൾ ഫീൽ ചെയ്യുക, നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക, നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, മുന്നോട്ടേക്ക് പൊക്കോണ്ടേയിരിക്കുക.
സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ കൂടെ ഇരിക്കുക. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഓരോ ഇരുത്തവും നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് തരും, ഒരുപാട് നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലവ് യുവർ സെൽഫ്. നിങ്ങൾ ദിവസത്തിലൊരു 5 മിനിറ്റെങ്കിലും എല്ലാ ഡിസ്ട്രാക്ഷനും മാറ്റി വെച്ച് കണ്ണാടിയുടെ മുന്നിൽ പോയി നിങ്ങളൊന്ന് നോക്ക്, നിങ്ങളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യ്, നിങ്ങളുടെ കൂടെ ഇരിക്കുക, ഒന്ന് ഹഗ് ചെയ്യുക. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാനിതൊക്കെ ആദ്യം എൻ്റെ മെൻറ്റേഴ്സൊക്കെ എനിക്ക് പറഞ്ഞു തന്ന സമയത്ത് ഇതൊക്കെ എന്ത് കാര്യമാണ്, ഇതൊക്കെ ചെയ്തപ്പോൾ എന്താ മാറ്റം വരാൻ പോകുന്നതെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാനുമായിട്ട് നല്ല കണക്ഷൻ വരുന്നുണ്ട്, ഞാൻ ഹീലാവുന്നുണ്ട്. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. സോ ലവ് യുവർ സെൽഫ്, സിറ്റ് വിത്ത് യുവർ സെൽഫ്, ഫീൽ യുവർ ഇമോഷൻ, ഡോണ്ട് ഇഗ്നോർ യുവർ ഇമോഷൻ, ഓൾ യുവർ ഇമോഷൻസ് ആർ വാലിഡ്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുക. ഞാൻ എൻ്റെ ഈ ഒരു ചലഞ്ച് തുടങ്ങിയത് എന്തുകൊണ്ടും നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ തന്നെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ നിങ്ങളൊന്ന് കീപ്പ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സോ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പല മൊമെൻറ്റിൽ ഇന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ അങ്ങനെ സക്സസ്ഫുള്ളി 16 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.